നമസ്കാരം. സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ ബാക്കി നിൽക്കെ ചേലക്കരയിൽ പ്രചരണം ശക്തമാക്കിയ മുന്നണികൾ. മുഖ്യമന്ത്രി 2 ദിവസം ചേലക്കരയിൽ ക്യാമ്പ് ചെയ്യും. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന പാലക്കാട് മണ്ഡലത്തിൽ മുന്നണികളുടെ വീറുറ്റ പോരാട്ടം. പ്രചരണത്തിൽ ഇഞ്ചോടിഞ്ച് മുന്നേറി 3 മുന്നണികൾ. പാലക്കാട് കള്ളപ്പണ ആരോപണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കളെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കോൺഗ്രസിന്റെ വാദങ്ങൾ പൊളിയുകയാണെന്നും MV ഗോവിന്ദൻ. ജനഹിതത്തെ പണഹിതമാക്കി മാറ്റാനുള്ള ശ്രമമാണ് കോൺഗ്രസും BJPയും നടത്തുന്നതെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും സത്യം പുറത്തുവരണമെന്നുമാണ് CPI നിലപാടെന്നും ബിനോയ് വിശ്വം. സംസ്ഥാനത്ത് ആദ്യമായി നടപ്പാക്കിയ ചാലക്കുടി നഗരസഭയുടെ സഞ്ചരിക്കുന്ന സെപ്റ്റേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് പ്രവർത്തനം നിലച്ചതായി പരാതി. 50 ലക്ഷം രൂപ ചെലവഴിച്ച പദ്ധതിയാണ് പാതി വഴിയിൽ നിലച്ചത്. FACTയുടെ ജില്ലയോടുള്ള അവഗണന മൂലം ജില്ലയിൽ കർഷകർക്ക് വളം ലഭിക്കുന്നില്ലെന്ന ആക്ഷേപം. ഫാക്ടം ഫോഴ്സ് വളം ലഭിക്കാത്തതുമൂലം കോൾ കർഷകർ ദുരിതത്തിൽ. എറവ് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് 1,00,000 ലക്ഷം രൂപയും സമീപത്തെ മൃഗാശുപത്രിയിൽ നിന്ന് 1000 രൂപയും കവർന്ന കേസിൽ പ്രതി പിടിയിൽ. കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി പുത്തൻവിള വീട്ടിൽ നജ്മുദ്ദീനാണ് പിടിയിലായത്. കടലിലെ കടന്നുകയറ്റത്തിനെതിരെ കൂട്ടായ്മയുമായി പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ രംഗത്ത്. നിയമവിരുദ്ധമായ മത്സ്യബന്ധനം മത്സ്യസമ്പത്ത് ഇല്ലാതാക്കുമെന്ന് ആശങ്ക. സ്വർണ്ണവില കുറഞ്ഞു. സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞു. പവന് 1320 രൂപ കുറഞ്ഞ് 57,600 രൂപയായി. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് പെൺകുട്ടികളെ താമസ സ്ഥലത്തിന് സമീപം അസ്വാഭാവികമായി കണ്ട യുവാവിനെ ചോദ്യം ചെയ്ത പൊതുപ്രവർത്തകന് നേരെ ആക്രമണം. പുല്ലൂറ്റ് നീലക്കംപാറ റോഡിൽ സാമൂഹ്യ പ്രവർത്തകനായ ഷഹീൻ K മൊയ്തീനാണ് മർദ്ദനമേറ്റത്. ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മലപ്പാട് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് തിരശ്ശീല വീണു. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 259 പോയിന്റ് നേടി ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളും 231 പോയിന്റോടെ ഹൈസ്കൂൾ വിഭാഗത്തിൽ വാടാനപ്പള്ളി കമല നെഹ്റു മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളും ഓവറോൾ ചാമ്പ്യന്മാരായി. മറ്റത്തൂർ ഇറിഗേഷൻ കനാലിന് കുറുകെ കടമ്പോട് പ്രദേശത്ത് നിർമ്മിച്ചിട്ടുള്ള പാലത്തിന്റെ സുരക്ഷാ ഭിത്തി തകർന്നത് അപകട ഭീഷണിയായി. പാലത്തിലെ കോൺക്രീറ്റ് സുരക്ഷാ ഭിത്തികൾ പുനർനിർമ്മിക്കാൻ ഉടൻ നടപടിയുണ്ടാകണമെന്ന് നാട്ടുകാർ. LDF ഭരിക്കുന്ന പാണഞ്ചേരി പഞ്ചായത്തിന് മുന്നിൽ LDF മുൻ പഞ്ചായത്ത് അംഗം അംബിക ചിദംബരം നടത്തുന്ന അനിശ്ചിതകാല നിരാഹാര സമരം തുടരുന്നു. പാണഞ്ചേരി പഞ്ചായത്തിന്റെ ബസ് സ്റ്റാൻഡിലുള്ള പട്ടികജാതി വനിതാ കെട്ടിട സമുച്ചയത്തിലെ കടമുറി ലേലം വിളിച്ചെടുത്തിട്ടും പ്രവർത്തിക്കാൻ അനുമതി നിഷേധിക്കുന്നുവെന്നാരോപിച്ചാണ് സത്യാഗ്രഹം. കുണ്ടന്നൂരിലെ കൃഷിയിടങ്ങളിൽ വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമാകുന്നു. എബ്രാഹാം കൂള എന്ന വ്യക്തിയുടെ 1 ഏക്കറിലധികം വരുന്ന കൃഷിയിടത്തിലെ വിളകൾ നശിപ്പിച്ച നിലയിൽ കണ്ടെത്തി. പ്രകൃതി സംരക്ഷണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ മികച്ച ജനപ്രതിനിധിയായി തിരഞ്ഞെടുത്ത മാടക്കത്ര പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാവിത്രി രാമചന്ദ്രനെ ആദരിച്ചു. ഫോർമർ പഞ്ചായത്ത് മെമ്പേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കരീം പന്നിത്തടം പുരസ്കാരവും വൃക്ഷത്തൈകളും നൽകി ആദരണം നിർവഹിച്ചു. എങ്കേക്കാട് ശ്രീ വീരാണിമംഗലം ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത് സപ്താഹ യജ്ഞത്തിന്റെ ഭാഗമായി രുക്മിണി സ്വയംവരത്തോടനുബന്ധിച്ച് ഘോഷയാത്ര നടന്നു. സ്വാമി നിഖിലാനന്ദ സരസ്വതിയാണ് സപ്താഹ യജ്ഞാചാര്യൻ. കയ്പമംഗലം സർവീസ് സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റ് മാമ്പറമ്പത്ത് ദാമോദരന്റെ നിര്യാണത്തിൽ സർവകക്ഷി യോഗം അനുശോചിച്ചു. കയ്പമംഗലം ഗ്രാമലക്ഷ്മിയിൽ നടന്ന അനുശോചന യോഗത്തിൽ EK ദേവാനന്ദൻ അധ്യക്ഷനായി. കൊടകര പഞ്ചായത്തിൽ ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചു. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. ICDA സൂപ്പർവൈസർ ഇന്ദു വിശ്വകുമാറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് എടവിലങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് BJP പഞ്ചായത്ത് ഓഫീസ് മാർച്ചും ധർണയും നടത്തി. BJP ജില്ലാ സെൽ കോർഡിനേറ്റർ PS അനിൽകുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു. അവണിശ്ശേരി സെന്റ് ജോസഫ് ദേവാലയത്തിലെ തിരുനാളിന് കൊടിയേറി. ഈ മാസം 16, 17, 18 തീയതികളിലാണ് തിരുനാൾ. മുൻ മുഖ്യമന്ത്രി R. ശങ്കറിന്റെ 52ാമത് ചരമവാർഷികം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും നടത്തി. ചാലിശ്ശേരി സെന്റ് നൌഗ്യൻസ് പള്ളിയിലെ പെരുന്നാൾ ഭക്തിസാന്ദ്രമായി. ദിവ്യബലിക്ക് സിറിൽ മാർ ബെസോലിയോസ് മെത്രാപ്പോലിത്ത കാർമ്മികത്വം വഹിച്ചു.
നിയമാനുസൃതമല്ലാതെ ചിലർ തങ്ങളുടെ സംഘടനയുടെ പേര് ഉപയോഗിക്കുന്നതിൽ കേരള സ്റ്റേറ്റ് വേട്ടുവ മഹാസഭ പ്രതിഷേധിച്ചു. സംഘടനയിൽ നിന്ന് പുറത്താക്കിയ ഒരാൾ സംഘടനയുടെ പേര് ഉപയോഗിക്കുന്നതായി ഭാരവാഹികൾ ആരോപിച്ചു. എളനാട് സ്വദേശിനി ഡോക്ടർ ജ്യോതി സജീൻ ആയുർവേദ വിദ്യാർത്ഥികൾക്കായി എഴുതിയ പുസ്തകം പ്രകാശനം ചെയ്തു. പാലക്കാട് നടന്ന ഓർവര അന്തർദേശീയ സെമിനാറിൽ ഡോക്ടർ രവി നാരായണൻ പുസ്തക പ്രകാശനം നിർവഹിച്ചു. സിപിഐ ജില്ലാ കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ഒക്ടോബർ വിപ്ലവത്തിന്റെ 107ാം വാർഷികം ആഘോഷിച്ചു. കെ വാര്യർ സ്മാരക ഹാളിൽ നടന്ന ഒക്ടോബർ വിപ്ലവ സ്മരണ സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്തു. ചന്ദ്രാപിനി സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ വാഴകൃഷി ആരംഭിച്ചു. എടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ടി.കെ. ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. മലപ്പാട് ഉപജില്ലാ കലോത്സവത്തിൽ കഥകളിയിൽ 1ാം സ്ഥാനം നേടി നിവേദ്യ. കഴിമ്പറം VPM SNTP ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് നിവേദ്യ. മഹാഭാരതത്തിലെ അർജുനന്റെ വേഷം പകർന്നാടിയാണ് കഥകളി മത്സരത്തിൽ ആസ്വാദക പ്രശംസ പിടിച്ചുപറ്റിയത്. കടങ്ങോട് മണ്ടമ്പറമ്പിൽ കൃഷി നശിപ്പിച്ച കാട്ടുപന്നിയെ വെടിവെച്ച് കൊന്നു. തഞ്ചങ്കോട് മുഹമ്മദിന്റെ റബ്ബർ എസ്റ്റേറ്റിലെ കമ്പിവേലിയിൽ കുടുങ്ങിയ കാട്ടുപന്നിയെയാണ് വെടിവെച്ച് കൊന്നത്. അന്തിക്കാട് സ്വദേശികളുടെ UAE കൂട്ടായ്മ ദി അന്തിക്കാട്സ് UAE അജ്മാനിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. പ്രസിഡന്റ് സുനിലൻ മേനോത്തുപറമ്പിൽ, ജനറൽ സെക്രട്ടറി സിജു രവി, ഷൈൻ കൂനാട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കടപ്പുറം പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ശനിയാഴ്ച ജനകീയ സമര സദസ്സ് സംഘടിപ്പിക്കും. അഞ്ചങ്ങാടിയിൽ തീരദേശ വനിതാ ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് മാഗ്ലിൻ ഫിലോമിന ഉദ്ഘാടനം ചെയ്യും. തൃശൂർ ലൂർദ് മെട്രോപൊളിറ്റൻ കത്തീഡ്രലിലെ പരിശുദ്ധ അമലോത്ഭവ മാതാവിന്റെ 138ാം തിരുനാളിനോടനുബന്ധിച്ച് മാധ്യമ സംഗമം സംഘടിപ്പിച്ചു. കത്തീഡ്രൽ ഹാളിൽ നടന്ന മാധ്യമ സംഗമത്തിൽ കത്തീഡ്രൽ വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ തിരുനാൾ വിശദീകരണം നടത്തി. ഞായറാഴ്ചയാണ് തിരുനാൾ. മേപ്പാടിയിൽ ദുരന്തബാധിതർക്ക് റവന്യൂ വകുപ്പ് നൽകിയത് പുഴുവരിച്ചരിയാണെന്ന ആരോപണം തള്ളി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ. ഉപയോഗിക്കാൻ കഴിയാത്ത ഭക്ഷ്യവസ്തുക്കൾ നൽകിയത് എവിടെ നിന്നാണെന്നും ഭക്ഷ്യവസ്തുക്കൾ എന്തുകൊണ്ട് സമയത്ത് വിതരണം ചെയ്തില്ല എന്നതും പരിശോധിക്കുമെന്നും മന്ത്രി. ചേലക്കര മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ പങ്ങാരപ്പള്ളി വള്ളിക്കുന്നത്ത് ഓഡിറ്റോറിയത്തിൽ നടന്നു. വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി ഉദ്ഘാടനം ചെയ്തു. പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഓർത്തഡോക്സ് പഴയ പള്ളിയിൽ പുതിയതായി സ്ഥാപിച്ച കൊടിമരത്തിന്റെ കൂദാശയും പെരുന്നാൾ കൊടിയേറ്റവും നടന്നു. കുന്നംകുളം ഭദ്രസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മിത്രാപോലിത്ത മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തൃശൂർ പൂരം അലങ്കോലപ്പെട്ട സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് കോർപ്പറേഷൻ കൌൺസിലിൽ കോൺഗ്രസ് BJP പ്രതിഷേധം. അലങ്കോലപ്പെട്ടതിലല്ല, കേന്ദ്രത്തിന്റെ കടുത്ത നിയന്ത്രണങ്ങളിലും പൂരം ഇനി നടത്താൻ കഴിയണമെന്നാണ് ആവശ്യപ്പെട്ടതെന്ന് ഭരണപക്ഷ കൌൺസിലർമാർ. കാട്ടകാമ്പാൽ മേഖലയിലെ കോൾപടവുകളിൽ പുഞ്ചകൃഷിക്ക് തുടക്കമായി. പെരുന്തുരുത്തി കരിയാപ്പാടം യൂണിയൻ കോൾപടവിൽ നടന്ന നടിയിൽ ഉത്സവം കാട്ടകാമ്പാൽ കൃഷി ഓഫീസർ അനൂപ് വിജയൻ ഉദ്ഘാടനം ചെയ്തു. സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.